ഭാരതത്തിലെ ജ്യോതിശാസ്ത്ര രംഗം വളർന്നു വികസിച്ചപ്പോൾ അതിൽ കേരളത്തിൽ നിന്നുള്ള സംഭാവന വളരെ വിലപ്പെട്ടതായിരുന്നു. അറിയപ്പെട്ടിടത്തോളം അത് AD 4-ാം നൂറ്റാണ്ടിൽ വരരുചിയിലാണ് ആരംഭിക്കുന്നത്. ഭാരതീയ ജ്യോതിശാസ്ത്ര രംഗത്ത് ഏറ്റവും അഗ്രഗണ്യനായിരുന്നു, അതായത് സമർത്ഥനും അതിപ്രശസ്തനുമൊക്കെയായിരുന്നു ആര്യഭട്ടൻ. ഇദ്ദേഹം AD 499 രചിച്ച ആര്യഭടിയ എന്ന കൃതിക്ക് ഭാരതത്തിലെ മറ്റെങ്ങും കിട്ടാത്ത വിധത്തിലുള്ള ഒരു പ്രചരണം കേരളത്തിൽ നിന്നും ലഭിക്കുകയുണ്ടായി. ഈ ഒരു കാരണം കൊണ്ട് അദ്ദേഹം കേരളനാണെന്ന് വാദിക്കുന്ന ചരിത്രകാരന്മാർ പോലും ഉണ്ട്. വിക്രമാദിത്യ സദസ്സിലെ നവരത്നങ്ങളിൽപ്പെട്ട വരാഹ മിഹിരാചാര്യൻ്റെ ബൃഹജ്ജാതകവും ഗണിത വിഭാഗത്തിലെ പഞ്ചസിദ്ധാന്തികമൊക്കെ ഭാരതത്തിലെ ജ്യോതിശാസ്ത്ര രംഗത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. AD 844 ചേര ചക്രവർത്തിയായിട്ട് സ്ഥാനമേറ്റ രവിവർമ്മ കുലശേഖരൻ്റെ, അതായത് സ്ഥാണുരവിയുടെ രാജസദസ്സിലെ ഒരു അംഗമായിരുന്നു ശങ്കരനാരായണൻ. ഇദ്ദേഹത്തിൻ്റെ ജീവിതകാലം എന്ന് പറയുന്നത് AD 825 മുതൽ 900 വരെയാണ്. ഇദ്ദേഹം മഹോദയപുരത്തെ ഒരു നക്ഷത്ര ബംഗ്ലാവിൻ്റെ സൂപ്രണ്ടായിരുന്നു. ആ നക്ഷത്ര ബംഗ്ലാവിൽ വാനനിരീക്ഷണമായിട്ട് കൂടുതൽ യന്ത്രങ്ങൾ സ്ഥാപിച്ചിരുന്നതായിട്ട് അദ്ദേഹം തൻ്റെ കൃതിയായ ശങ്കരനാരായണത്തിൽ പറയുന്നുണ്ട്. അതായത് രാശിചക്രം, ജലേശചക്രം, ഗോളയന്ത്രങ്ങൾ എന്നിവയൊക്കെ സ്ഥാപിച്ചിട്ട് കൂടുതൽ ആകർഷണീയമാക്കിയതായിട്ട് അദ്ദേഹം തൻ്റെ കൃതിയിൽ പറയുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ അർത്ഥം കേരളം 9-ാം നൂറ്റാണ്ടിൽ ജ്യോതിശാസ്ത്ര രംഗത്ത് നേടിയ പുരോഗമനം അല്ലെങ്കിൽ അഭിവൃദ്ധിയൊക്കെയാണ് ഇത് സൂചിപ്പിക്കുന്നത്.